എല്ലാവർക്കും നമസ്കാരം. 10ാം ക്ലാസ്സിലെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ വിഷൻ ആൻഡ് ദ വേൾഡ് ഓഫ് കളേഴ്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൈമറി കളേഴ്സ്, സെക്കൻഡറി കളേഴ്സ് ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചായിരുന്നു. ഈ ഒരു സെക്ഷൻ പ്രൈമറി കളേഴ്സ്, സെക്കൻഡറി കളേഴ്സ്, അതിന്റെ കോമ്പിനേഷൻ ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ഉള്ളൂ നമ്മൾ അടുത്ത സെക്ഷൻ പറയുമ്പോൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കത്തുള്ളൂ കേട്ടോ. അപ്പം ഏതൊക്കെ കളറുകൾ കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഏതൊക്കെ കളറുകൾ കിട്ടുന്നത് എന്നുള്ള ആ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. റെഡും ഗ്രീനും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ യെല്ലോ ആണ് കിട്ടുന്നത്, റെഡും ബ്ലൂവും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ മജന്ത കിട്ടും, ബ്ലൂവും ഗ്രീനും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ സയൻ ആണ് കിട്ടുന്നത്. ഇനി മൂന്ന് കളേഴ്സ്, അതായത് പ്രൈമറി കളേഴ്സ് റെഡ്, ഗ്രീന്, ബ്ലൂ, അത് മൂന്നും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഏതാണ്? വൈറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. മനസ്സിലായില്ല? അപ്പൊ അത് ഓർത്തിരിക്കാൻ നിങ്ങൾ കൃത്യമായിട്ട് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് ഞാൻ പറഞ്ഞു GRB YMC എന്ന് പറഞ്ഞാൽ ആ ഒരു ഓർഡറിൽ നിങ്ങൾ ഓർത്തിരിക്കട്ടെ, ഏതൊക്കെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് അടുത്ത കളർ കിട്ടുന്നത്, സെക്കൻഡറി കളർ കിട്ടുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി ഇരിക്കുക, പഠിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഇനി പഠിക്കാനുള്ള ടോപ്പിക്കാണ് സുതാര്യ വസ്തുക്കളുടെ നിറം, അല്ലെങ്കിൽ എന്താണ് കളർ ഓഫ് ട്രാൻസ്പെറന്റ് ഒബ്ജക്റ്റ്. ട്രാൻസ്പെറന്റ് ഒബ്ജക്റ്റ് ഉണ്ട്. ഒബ്ജക്റ്റിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ട്രാൻസ്പെറന്റ് ഒബ്ജക്റ്റ് എന്നും ഒപ്പേക്ക് ഒബ്ജക്റ്റുകളുണ്ട്. അതായത് ലൈറ്റിനെ കടത്തിവിടുന്ന വസ്തുക്കളും അതുപോലെ ലൈറ്റിനെ കടത്തിവിടാത്ത വസ്തുക്കളുണ്ട്. അപ്പൊ നമുക്ക് ആദ്യമേ പഠിക്കാനുള്ളത് ലൈറ്റിനെ കടത്തിവിടുന്ന, അതായത് സുതാര്യ വസ്തുക്കളുടെ നിറത്തെ കുറിച്ചാണ് നമുക്ക് ആദ്യമേ പഠിക്കാനുള്ളത്. ഈ പിക്ചർ നോക്കിയത് എന്താണ്? കുട്ടികള് ഗ്ലാസ് അല്ലെ, കണ്ണട ഉപയോഗിച്ചിട്ട് പൂക്കളെ നോക്കുവാണ് ചെയ്യുന്നത്. ആ കണ്ണടകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്, കണ്ടില്ലേ? റെഡും ബ്ലൂ ആണല്ലേ, റെഡും ബ്ലൂ ആണ്. അതായത് റെഡ് നിറത്തിലുള്ള ഫിൽറ്ററും അതുപോലെ തന്നെ ബ്ലൂ നിറത്തിലുള്ള ഫിൽറ്ററും ഉള്ള കണ്ണടകളാണ് ഈ കുട്ടികൾ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ. അപ്പൊ അതെ ഈ പെൺകുട്ടി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദിസ് റെഡ് ഫ്ലവർ ഈസ് സോ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ബോയ് എന്താണ് പറയുന്നത്? റെഡ് ആണോ? ഈസിന്റ് ഇറ്റ് എ ബ്ലൂ ഫ്ലവർ? റെഡ് കളർ ആണോ അല്ലെങ്കിൽ റെഡ് ഫ്ലവർ ആണോ, അതൊരു ബ്ലൂ കളർ അല്ലേ എന്നാണ് ആ ആൺകുട്ടി ചോദിച്ചിരിക്കുന്നത്. അതിന് കാരണം എന്തായിരിക്കാം? ഇവർ രണ്ടും ഉപയോഗിച്ചിരിക്കുന്ന ഗ്ലാസ് അല്ലെ, കണ്ണട എങ്ങനെയാണ്? ഇത് റെഡ് ആണ്, ബ്ലൂ ആണ്. അപ്പൊ അവർ അതിലൂടെ നോക്കുമ്പോൾ ആ ഒരു കളറാണ് കാണപ്പെടുന്നത്. മനസ്സിലായല്ലോ? അവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഹൗ ഡിഡ് ദ ചിൽഡ്രൻ വ്യൂ ദ ഫ്ലവേഴ്സ്? കുട്ടികൾ എങ്ങനെയാണ് പൂക്കളെ നിരീക്ഷിച്ചത്? ആ ഗ്ലാസസുകൾ ഉപയോഗിച്ചത്. ഗ്ലാസസ് എങ്ങനെയുള്ള ഗ്ലാസസ് ആണ്? ഫിൽറ്റർ ഗ്ലാസ് ആണ് കേട്ടോ. ഫിൽറ്റർ ഉള്ള ഗ്ലാസസ്. ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈറ്റിനെ കടത്തിവിടുന്ന ഒരു ഷീറ്റിനെയാണ് നമ്മൾ ഫിൽറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ ഫിൽറ്റർ വെച്ചിട്ടുള്ള ഗ്ലാസ് ആണ് കുട്ടികൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ കളർ ഓഫ് ദി ഫിൽറ്റർ ഇൻ ദ സ്പെറ്റക്കിൾസ് ദേ വേർ? അവർ ധരിച്ച കണ്ണടയിലെ ഫിൽറ്ററിന്റെ നിറം എന്തൊക്കെയായിരുന്നു? റെഡും ഉണ്ട് ഇല്ല, റെഡ് കളറും ഉണ്ട്, അതുപോലെ തന്നെ ഏതാണ് ബ്ലൂ കളറും അവർ ഉപയോഗിച്ചിട്ടുണ്ട് ഇല്ല. റെഡ് കളറും ബ്ലൂ കളറിലും ഉള്ള ഫിൽറ്ററുകളാണ് അവരുടെ കണ്ണടകളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഈ റെഡ് കളറിലുള്ള ഫിൽറ്ററും അതുപോലെ ബ്ലൂ കളറിലുള്ള ഫിൽറ്ററും നോക്കുമ്പോൾ എന്താണ് അവർ കാണുന്നത്? അവര് ഏത് ഫിൽറ്ററിലൂടെ ആണോ നോക്കുന്നത് ആ ഫിൽറ്ററിന്റെ കളറായിട്ടാണ് അവർക്ക് കാണപ്പെടുന്നത്. മനസ്സിലാകുന്നു? ഇവിടെ പൂക്കളിന്റെ നിറം റെഡോ ബ്ലൂ അല്ല, പക്ഷെ അവര് നോക്കുമ്പോ എന്താണ് അതിലൂടെ ഏത് ഫിൽറ്റർ ആണോ ഉപയോഗിച്ചിരിക്കുന്നത് ആ ഫിൽറ്ററിന്റെ നിറമാണ് അവർക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. മനസ്സിലാവുന്നല്ലോ? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു വേറൊരു ടേബിൾ പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാന്ന് നോക്കിയേ, നമ്മുടെ വൈറ്റ് ലൈറ്റ് കേട്ടോ. ഇതെന്താണ്? വൈറ്റ് ലൈറ്റ് ആണ് കേട്ടോ. നമ്മുടെ വൈറ്റ് ലൈറ്റ് ആണ്. എല്ലാ കളേഴ്സുകളും ഉണ്ടല്ലോ. ഈ വൈറ്റ് ലൈറ്റ് ഓരോ ഫിൽറ്റേഴ്സിലൂടെ കടത്തിവിടുവാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നോക്കിയേ, ഈ വൈറ്റ് ലൈറ്റ് കടത്തി വിടുമ്പോൾ, റെഡ് ഫിൽറ്ററിലൂടെ കടത്തി വിടുമ്പോൾ എന്താണ്? അബ്സോർബ് ഓൾ കളേഴ്സ് അതർ ദാൻ റെഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചുവപ്പ് ഒഴികെയുള്ള ബാക്കി വർണ്ണങ്ങളെ ആഗിരണം ചെയ്യുന്നു. ഈ ഫിൽറ്റർ എങ്ങനെയാണ്? ചുവപ്പ് ഒഴികെയുള്ള ബാക്കി വർണ്ണങ്ങളെ ആഗിരണം ചെയ്തിട്ട് ചുവപ്പിനെ മാത്രമാണ് അത് അവിടെ കടത്തിവിടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ കുട്ടി നോക്കിയപ്പോ എന്താണ് സംഭവിച്ചത്? റെഡ് ഫിൽറ്റർ വെച്ച് ഗ്ലാസ് ഇട്ട് നോക്കുമ്പോൾ റെഡ് ആയിട്ട് കാണുന്നുണ്ട്. അതായത് റെഡിനെ മാത്രമാണ് ആ ഫിൽറ്റർ അവിടെ കടത്തിവിടുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത് രണ്ടാമത്തെ വൈറ്റ് ലൈറ്റ് തന്നെ കടത്തിടുവാണ് ബ്ലൂ ഫിൽറ്ററിലൂടെ. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ബാക്കിയുള്ള കളേഴ്സിനെല്ലാം അബ്സോർവ് ചെയ്യും. എന്നിട്ട് അവിടെ എന്താണ്? ബ്ലൂവിനെയാണ് അവിടെ കടത്തിവിടുന്നത്. ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഏത് കളറിനെയാണ്? ബ്ലൂവിനെയാണ് അവിടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അതായത് കടത്തിവിടുന്നത്. മനസ്സിലായല്ലോ? ഇനി അടുത്ത് നോക്കിയേ, വൈറ്റ് ലൈറ്റ് തന്നെയാണ് ഗ്രീൻ ഫിൽറ്ററിലൂടെ കടത്തിവിട്ടു. ഗ്രീൻ ഫിൽറ്ററിലൂടെ കടത്തിവിടുമ്പോൾ എന്ത് സംഭവിക്കും? ബാക്കിയുള്ള കളേഴ്സിനെ എല്ലാം അബ്സോർവ് ചെയ്യും. എന്നിട്ട് ഗ്രീൻ കളറിനെയാണ് അവിടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അതായത് എന്താണ്? കടത്തിവിടുന്നത്. മനസ്സിലായല്ലോ? അപ്പം ഏത് ഫിൽറ്റർ ആണോ ഉപയോഗിക്കുന്നത്? വൈറ്റ് ലൈറ്റ് കേട്ടോ. വൈറ്റ് ലൈറ്റ് ആണ്. വൈറ്റ് ലൈറ്റിന്റെ പ്രത്യേകത എന്താണ്? എല്ലാ കളേഴ്സുകളും ഉണ്ട്. അപ്പം ഏത് പർട്ടിക്കുലർ കളറിലുള്ള ഫിൽറ്റർ ആണോ ഉപയോഗിക്കുന്നത് ആ കളറിനെ മാത്രം എന്താണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ആ കളറിനെ മാത്രം എന്താണ് അത് കടത്തിവിടുന്നു. ബാക്കി കളറിനെ എല്ലാം എന്താണ് അബ്സോർബ് ചെയ്യുവാണ് ചെയ്യുന്നത്, അതായത് ആഗിരണം ചെയ്യുവാണ് ചെയ്യുന്നത്.
മനസ്സിലായല്ലോ. അപ്പൊ ഈ പിക്ചർ കണ്ടല്ലോ, ഈ പിക്ചറിൽ കണ്ടല്ലേ റെഡ് ഫിൽറ്റർ വെച്ച് കണ്ണാടി ഉപയോഗിക്കുമ്പോൾ എന്താണ് ആ റെഡ് കളറിനെ മാത്രം വൈറ്റ് ലൈറ്റ് അല്ലേ ഫ്ലവേഴ്സിലേക്ക് വന്ന് വീഴുന്നത്. അപ്പൊ എന്താണ് ഈ റെഡ് കളറിനെ മാത്രം അത് കടത്തി വിടുന്നുണ്ട്, ബാക്കി കളേഴ്സിനെല്ലാം അബ്സോർവ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ കുട്ടി പൂക്കളെ ഏത് നിറത്തിൽ കാണുന്നത്, റെഡ് നിറത്തിൽ കാണുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ കുട്ടി അതുപോലെ തന്നെ ബ്ലൂ കളറിലുള്ള ഫിൽറ്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ബ്ലൂ കളറിനെ മാത്രം എന്താണ് അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, കടത്തി വിടുന്നുണ്ട്. ബാക്കി കളേഴ്സിനെ എങ്ങനെയാണ് അബ്സോർവ് ചെയ്യുന്നു. ക്ലിയർ ആയല്ലോ. അപ്പോ സുതാര്യ വസ്തുക്കൾ അല്ലെങ്കിൽ ട്രാൻസ്പെറന്റ് ഒബ്ജക്റ്റുകൾ എങ്ങനെയാണ് ഇവിടെ ഏത് ഫിൽറ്ററാണോ ഉപയോഗിച്ചിരിക്കുന്നത് ആ ഫിൽറ്ററിന്റെ കളറിനെയാണ് അവിടെ എന്താണ് അത് കടത്തിവിടുന്നത്. ബാക്കിയുള്ളതിന് എന്ത് സംഭവിക്കുന്നുണ്ട്, അത് അബ്സോർവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പൊ അതാണ് ഈ ഫിൽറ്ററുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ലൈറ്റ് ഏതാണ്, വൈറ്റ് ലൈറ്റ് ആണ്. വൈറ്റ് ലൈറ്റിൽ എല്ലാ കളേഴ്സും ഉണ്ട്. ക്ലിയർ ആയല്ലോ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേബിൾ ഉണ്ട്, നമുക്ക് ആ ടേബിൾ ഒന്ന് നോക്കാം കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഒരു കാര്യം കൃത്യമായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ കോമ്പിനേഷൻ ഉണ്ടല്ലോ, ആ കോമ്പിനേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. അപ്പൊ നോക്കിയാൽ ഈ ടേബിൾ നമുക്കൊന്ന് ഫില്ല് ചെയ്യാം. അപ്പൊ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ആ വൈറ്റ് ലൈറ്റ് ആണ് ഇവിടെ കടത്തി വിട്ടത്, റെഡ് ഫിൽറ്ററിൽ കൂടിയാണ് കടത്തി വിട്ടത്. അപ്പൊ എന്താണ് ബാക്കിയുള്ള കളേഴ്സിനെ അബ്സോർവ് ചെയ്യും, റെഡിനെ മാത്രം അവിടെ കടത്തി വിടും. കണ്ടില്ല, ട്രാൻസ്മിറ്റ് റെഡ് കളർ ഇൻ ദ വൈറ്റ് ലൈറ്റ് കേട്ടോ. വൈറ്റ് ലൈറ്റ് കൊടുത്തു വിട്ടു, അപ്പം ആ ഫിൽറ്ററിന്റെ കളർ റെഡ് ആണ്, അതുകൊണ്ട് എന്താണ് റെഡ് കളറിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. വൈറ്റ് ലൈറ്റിലെ റെഡ് കളറിനെ അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. മനസ്സിലായല്ലോ. ഇനി അതുപോലെ തന്നെ വൈറ്റ് ലൈറ്റ് കൊടുത്തു വിട്ടു, എന്താണ് വൈറ്റ് ലൈറ്റ് ആണ് ഫിൽറ്ററിലേക്ക് വന്ന് വീഴുന്നത്. ആ ഫിൽറ്റർ ഏതാണ്, ഗ്രീൻ ഫിൽറ്റർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഗ്രീൻ ഫിൽറ്റർ ആകുമ്പോൾ എന്താണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഏതാണ്, ഗ്രീൻ കളർ അല്ലെ, ഗ്രീൻ കളർ അല്ലെ, ഗ്രീൻ കളറിനെ അവിടെ ട്രാൻസ്മിറ്റ് ചെയ്യും ഇല്ലെ. ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഏതാണ്, ട്രാൻസ്മിറ്റ്സ് എന്താണ് ഗ്രീൻ കളർ അല്ലെ, വൈറ്റ് ലൈറ്റിലെ ഗ്രീൻ കളറിനെ അവിടെ ട്രാൻസ്മിറ്റ് ചെയ്യും. ഇനി ബ്ലൂ ആണെങ്കിൽ, ബ്ലൂ ഫിൽറ്റർ ആണെങ്കിൽ എന്താണ് ട്രാൻസ്മിറ്റ് ഏതാണ്, ഏത് കളറിനെയാണ് അവിടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, കടത്തിവിടുന്നതിനാണ് ബ്ലൂ കളറിന് അല്ലെ, ബ്ലൂ കളറിനെ അവിടെ ട്രാൻസ്മിറ്റ് ചെയ്യും. മനസ്സിലായല്ലോ. അപ്പൊ ഓർത്തിരിക്കുക, വൈറ്റ് ലൈറ്റ് ഓരോരോ ഫിൽറ്ററുടെ കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, മറ്റ് കളേഴ്സിനെ എല്ലാം അബ്സോർവ് ചെയ്യും. അവിടെ ഏത് ഫിൽറ്റർ ആണോ ഉപയോഗിച്ചിരിക്കുന്നത് ആ ഫിൽറ്ററിലുള്ള കളറിനെ അത് ട്രാൻസ്മിറ്റ് ചെയ്യും അല്ലെങ്കിൽ കടത്തി വിടുവാണ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ. അങ്ങനെയാവുകയാണെങ്കിൽ ഞാനിവിടെ ഒരു മഞ്ഞ കളറിലുള്ള യെല്ലോ കളറിലുള്ള ഇതൊരു ഫിൽറ്റർ ആണ്, ഒരു യെല്ലോ കളറിലുള്ള ഫിൽറ്റർ എടുത്തു. യെല്ലോ കളറിലുള്ള ഫിൽറ്ററിൽ കൂടെ നമ്മൾ വൈറ്റ് ലൈറ്റിനെയും കടത്തിവിടുന്നു, വൈറ്റ് ലൈറ്റിനെയും കടത്തിവിടുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രൈമറി കളേഴ്സ് ഉണ്ടല്ലോ, പ്രൈമറി കളേഴ്സിലെ ഓരോ കളേഴ്സിനെയും കൂടെ കടത്തിവിടുവാന്ന് വിചാരിച്ചു. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അതായത് ഞാനിവിടെ ഒരു യെല്ലോ ഫിൽറ്റർ ഒഴിച്ചു, യെല്ലോ ഫിൽറ്റർ കൂടെ നമ്മുടെ വൈറ്റ് ലൈറ്റ്, ആദ്യമേ നമ്മുടെ വൈറ്റ് ലൈറ്റിലാകുമ്പോൾ എല്ലാ കളേഴ്സും ഉണ്ട്, ആദ്യമേ വൈറ്റ് ലൈറ്റ് കടത്തി വിട്ടു. അതുപോലെ തന്നെ ബാക്കി എല്ലാ കളേഴ്സുകളും കടത്തി വിട്ടു, അതായത് പ്രൈമറി കളേഴ്സുകൾ. അപ്പോൾ വൈറ്റ് ലൈറ്റ് കടത്തി വിടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, യെല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, യെല്ലോ ഏതിൻ്റെയൊക്കെ കമ്പയർ ചെയ്തിട്ടാണ് യെല്ലോ വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞ ആ ഒരു എന്താണ് കൃത്യമായിട്ടുള്ള കോമ്പിനേഷൻ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എന്ന് പറഞ്ഞത്. അതായത് GRB കേട്ടോ, GRB YMC ഈ ഒരു ഓർഡർ നിങ്ങൾ പഠിച്ചിരിക്കുക കേട്ടോ. യെല്ലോ കിട്ടണമെന്നുണ്ടെങ്കിൽ യെല്ലോ എന്ന് വെച്ചാൽ എന്താണ്, ഗ്രീനും റെഡും കൂടെ ചേർന്നാണ് അല്ലെ, ഗ്രീൻ പ്ലസ് റെഡ്, ഈ ഗ്രീനും റെഡും കൂടെ ചേർന്നാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് യെല്ലോ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ വൈറ്റ് ലൈറ്റ് കടത്തി വിട്ടു, വൈറ്റ് ലൈറ്റ് കടത്തി വിടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അവിടെ ഇപ്പുറത്തേക്ക് ഏതൊക്കെ കളേഴ്സുകളായിരിക്കും വരുന്നത്. നമുക്കറിയാം വൈറ്റ് ലൈറ്റിൽ എന്തൊക്കെയുണ്ട്, പ്രധാനമായിട്ടുള്ളതാണ് ഗ്രീന് റെഡ് ഇല്ലേ, ഗ്രീന് റെഡ് ബ്ലൂ, ബാക്കി കളേഴ്സുകളുണ്ട്, പ്രധാനമായിട്ടും ഈ ഒരു കളേഴ്സ് അല്ലേ, അല്ലെങ്കിൽ എല്ലാ കളേഴ്സുകളും ഉണ്ടെന്ന് നമുക്ക് പറയാം കേട്ടോ. അപ്പം ഞാൻ പ്രധാനമായിട്ട് ഈ പ്രാഥമിക കളർ ഉണ്ടല്ലോ, പ്രൈമറി കളേഴ്സ് ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഇതിങ്ങനെ കടന്നു പോകുമ്പോൾ യെല്ലോ എന്ന് പറയുമ്പോൾ എന്താണ്, ഗ്രീനും റെഡും കൂടെ ചേർന്നാണ്. അപ്പൊ ഇവിടെ ഏതൊക്കെ കളേഴ്സുകളായിരിക്കും അവിടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, യെല്ലോയിലുള്ള കളേഴ്സുകൾ ഏതൊക്കെയാണ്, ഗ്രീനും റെഡും ഇല്ല. അപ്പൊ ഗ്രീനും റെഡും ഇല്ല, ഗ്രീൻ ആൻഡ് റെഡ്, ഗ്രീനിനെയും റെഡിനെയും ഈ യെല്ലോ ഫിൽറ്ററോടെ പാസ് ചെയ്ത് വിടും. മനസ്സിലാവുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ വൈറ്റ് ലൈറ്റിലുള്ള മറ്റു കളേഴ്സ്, ഇപ്പൊ പ്രൈമറി കളേഴ്സിന്റെ കേസ് പറയുകയാണെങ്കിൽ ബ്ലൂ ഉണ്ട് ഇല്ലെ, ബ്ലൂവിനെ അത് എന്ത് ചെയ്യും, ബ്ലൂവിനെ അബ്സോർബ് ചെയ്യും. ബ്ലൂവിനെ അവിടെ എന്ത് സംഭവിക്കും, ബ്ലൂവിനെ അവിടെ അബ്സോർബ് ചെയ്യും. ഇനി അടുത്തത് ഈ യെല്ലോ ഫിൽറ്ററിൽ കൂടെ ഞാൻ എന്താ റെഡിനെ ഞാൻ കടത്തി വിടുക, യെല്ലോ ഫിൽറ്ററിൽ കൂടെ റെഡിനെ കടത്തി വിട്ടു. റെഡിനെ കടത്തി വിടുമ്പോൾ എന്താ സംഭവിക്കുന്നത്, യെല്ലോയില് ഗ്രീനും റെഡും ഉണ്ട്. അപ്പൊ റെഡിനെ കടത്തിടുമ്പോ എന്താണ്, യെല്ലോയില് ഗ്രീനും റെഡും അല്ലേ, അപ്പൊ ഏതാണ് റെഡ് അവിടെ പാസ് ചെയ്ത് പോകും. ഇനി ഗ്രീൻ കളർ ആണ് പോകുന്നതെങ്കിൽ എന്ത് സംഭവിക്കും, ഗ്രീൻ കളർ പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഗ്രീനിനെ അവിടെ പാസ് ചെയ്ത് വിടും. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? ഇനി ബ്ലൂ ആണ് ഇവിടെ പോകുന്നത്, നമ്മൾ കടത്തി വിടുന്നത് ബ്ലൂ കളർ ആണെന്ന് വിചാരിച്ചു. ബ്ലൂവിന് എന്താണ് പ്രശ്നം, യെല്ലോ എന്ന് പറയുന്നത് ഗ്രീനും റെഡും കൂടെ ചേർന്നതല്ലേ, അപ്പൊ അതിൽ ബ്ലൂ ഉണ്ടോ ഇല്ല. അപ്പൊ എന്ത് സംഭവിക്കും, അബ്സോർബ് ചെയ്യും. ബ്ലൂവിനെ ഈ യെല്ലോ കളർ എന്ത് സംഭവിക്കും, അബ്സോർബ് ചെയ്യും. മനസ്സിലായല്ലോ. അപ്പൊ ഈ രീതിയിലാണ് കളേഴ്സിനെ കടത്തി വിടുന്നത്. അതായത്
ട്രാൻസ്പെറന്റ് ഒബ്ജക്റ്റ്, സുതാര്യ വസ്തുക്കളുണ്ടല്ലോ, സുതാര്യ വസ്തുക്കൾ എന്ന് പറയുമ്പോൾ ഫിൽറ്റർ പോലുള്ള വസ്തുക്കൾ ഓരോ കളേഴ്സിനെയും കടത്തിവിടുന്നത് ഇങ്ങനെയാണ്. മനസ്സിലാവുന്നല്ലോ പറഞ്ഞത്. അപ്പൊ കണ്ടില്ലേ, അപ്പൊ ഓരോരോ ഫിൽറ്റേഴ്സ് ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, അതിന്റെ കളേഴ്സിനെ മാത്രം ഇല്ല, ആ കളേഴ്സിനെ മാത്രമാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതുപോലെ തന്നെ നമ്മൾ യെല്ലോ ഉപയോഗിച്ചപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, യെല്ലോ ഉപയോഗിച്ചപ്പോൾ അതിന്റെ ഘടകവർണ്ണങ്ങളെയും കടത്തിവിടുന്നുണ്ട്, ആ കളറിനെ അതിന്റെ ഘടകവർണ്ണങ്ങളെയും അവിടെ കടത്തിവിടുകയാണ് ചെയ്യുന്നത്. മനസ്സിലല്ലോ? അപ്പൊ ഓരോ അവസരത്തിലും ഫിൽറ്ററുകൾ വൈറ്റ് ലൈറ്റിൽ നിന്നും ഫിൽറ്ററിന്റെ അതേ നിറമുള്ള കളറിനെ അവിടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ സെക്കൻഡറി ആയിട്ടുള്ള ഒരു ഫിൽറ്റർ ആണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ അവിടുത്തെ ഘടകവർണ്ണങ്ങളെയും എന്താണ് അവിടെ കടത്തിവിടുന്നത്. മറ്റ് കളേഴ്സിന് എന്ത് സംഭവിക്കുന്നുണ്ട്, മറ്റ് കളേഴ്സിനെ അവിടെ തടയും. ഇല്ലേ? അതുകൊണ്ടില്ല, ബ്ലൂ കടത്തിവിട്ടപ്പോൾ എന്ത് സംഭവിച്ചു, യെല്ലോയിൽ കൂടെ ബ്ലൂ കടത്തിവിടുമ്പോൾ എന്ത് സംഭവിച്ചു, അതിനെ അബ്സോർവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് എന്ത് പറയാം, എന്താ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുമായിട്ട് ബന്ധപ്പെട്ട്. നോക്കാം. Now let us pass each of the primary colors and white light through yellow filter. What do you observe? നമ്മളിപ്പോ കണ്ട കാര്യം കേട്ടോ, മഞ്ഞ ഫിൽറ്ററിലൂടെ ധവളപ്രകാശത്തെയും പ്രാഥമിക വർണ്ണങ്ങൾ ഓരോന്നിനെയും കടത്തിവിടാൻ ശ്രമിച്ചു നോക്കൂ. മഞ്ഞ ഇപ്പൊ നമ്മൾ കണ്ടു, ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെയാണ് കേട്ടോ, മഞ്ഞ എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ഉപയോഗിക്കുന്നത്, ഗ്രീൻ പ്ലസ് റെഡ് ആണ്. അതിലൂടെ വൈറ്റ് ലൈറ്റിനെ കടത്തി വിട്ടപ്പോൾ എന്ത് സംഭവിച്ചു, വൈറ്റ് ലൈറ്റിനെ കടത്തി വിട്ടപ്പോൾ റെഡ് ആൻഡ് ഗ്രീൻ അല്ലെ, റെഡ് ആൻഡ് ഗ്രീൻ ട്രാൻസ്മിറ്റ് ചെയ്യും. റെഡ് ആൻഡ് ഗ്രീൻ അവിടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ പിന്നെന്താണ്, ഓരോ കളേഴ്സും കടത്തി വിടുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, ആ ഒരു കളേഴ്സിനെ അവിടെ ട്രാൻസ്മിറ്റ് ചെയ്യും. പിന്നെന്താണ്, പ്രാഥമിക വർണ്ണങ്ങളിൽ ഓരോ കളേഴ്സ് എന്ന് പറയുമ്പോൾ റെഡിനെയാണ് കടത്തിവിടുന്നതെങ്കിൽ റെഡിനെ ട്രാൻസ്മിറ്റ് ചെയ്യും. റെഡാണ് കടത്തിവിടുന്നെങ്കിൽ റെഡിനെ ട്രാൻസ്മിറ്റ് ചെയ്യും. ദെൻ ഗ്രീൻ ആണ് കടത്തിവിടുന്നെങ്കിൽ ഗ്രീനെ ട്രാൻസ്മിറ്റ് ചെയ്യും. ദെൻ ബ്ലൂ ആണ് കടത്തിവിടുന്നെങ്കിലോ ബ്ലൂവിനെ അവിടെ നമ്മൾ അബ്സോർബ് ചെയ്യും. ഇല്ല, യെല്ലോ ഫിൽറ്റർ ബ്ലൂവിനെ അവിടെ അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ആ കോമ്പിനേഷൻ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. യെല്ലോ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ റെഡും ഗ്രീനും കൂടെ ചേർന്നതാണ്. ആ ഒരു ധാരണ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ക്ലിയർ ആയല്ലോ? ഇനി ഐഡന്റിഫൈ ദ കമ്പോണൻസ് ഓഫ് വൈറ്റ് ലൈറ്റ് ട്രാൻസ്മിറ്റ് ത്രൂ ഈച്ച് ഫിൽറ്റർ. ഓരോ ഫിൽറ്ററിലൂടെയും ധവളപ്രകാശത്തിലെ ഏതേത് വർണ്ണമാണ് കടന്നു പോകുന്നത്, നമ്മൾ ഓരോ ഫിൽറ്റർ ഇല്ല നമ്മൾ കണ്ടു, ഓരോ ഫിൽറ്റർ നമ്മൾ ഇത് കണ്ടില്ല, ടേബിൾ കണ്ടില്ലായിരുന്നോ, ഓരോ ഫിൽറ്ററിലൂടെ കടത്തിവിടുമ്പോൾ, അതായത് വൈറ്റ് ലൈറ്റിനെ കടത്തിവിടുമ്പോൾ ഏതൊക്കെ കളേഴ്സുകളായിരിക്കും അവിടെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നത്, ആ ഒരു കളേഴ്സുകൾ മാത്രം. അതായത് നമുക്ക് എന്ത് പറയാം, ട്രാൻസ്മിറ്റ് എങ്ങനെയാണ്, ഓൺലി ദ കളേഴ്സ് ഓഫ് ദ ഫിൽറ്റർ എന്ന് പറയാം അല്ലെ, ട്രാൻസ്മിറ്റ്സ് ഓൺലി ദ കളേഴ്സ് ഓഫ് ഫിൽറ്റർ അല്ലെ, കളേഴ്സ് ഓഫ് ഫിൽറ്ററിന്റെ ആ കളേഴ്സിനെ മാത്രം അല്ലെ, ഫിൽറ്ററിലുള്ള ആ കളേഴ്സിനെ മാത്രമാണ് കടന്നു പോകുന്നത്. അതുപോലെ തന്നെ ആൻഡ് ഇറ്റ്സ് കമ്പോണന്റ് കളേഴ്സ് ആൻഡ് ഇറ്റ്സ് കമ്പോണൻസ് കളേഴ്സ് എന്ന് പറയാം. കമ്പോണന്റ് കളേഴ്സുകളുണ്ടല്ലോ, കമ്പോണന്റ് കളേഴ്സ്. ഇപ്പം യെല്ലോ ഫിൽറ്റർ ഉപയോഗിച്ചപ്പോൾ അതിലുള്ള കമ്പോണന്റ് കളേഴ്സിനെ അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഓരോ ഫിൽറ്ററും റെഡ് ബ്ലൂ ഗ്രീനോ അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ ആ കളേഴ്സിനെ മാത്രം ട്രാൻസ്മിറ്റ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സെക്കൻഡറി കളറാണ് ഫിൽറ്റർ ഉപയോഗിക്കുന്നതെങ്കിൽ അതിന്റെ കമ്പോണന്റ് കളേഴ്സിനെ അവിടെ ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ ആയല്ലോ? വാട്ട് ഹാപ്പൻസ് ടു അതർ കളേഴ്സ് ദാറ്റ് ഫോൾ ഓൺ ദ ഫിൽറ്റർ. ഫിൽറ്ററിൽ പതിക്കുന്ന മറ്റു വർണ്ണങ്ങൾക്ക് എന്ത് സംഭവിക്കും, ബ്ലോക്ക് ചെയ്യും ഇല്ലേ, ബ്ലോക്ക് അതർ കളേഴ്സ് എന്ന് പറയാം ഇല്ലേ, ബ്ലോക്ക് അതർ കളേഴ്സ് ഇല്ലേ. മറ്റു കളേഴ്സിനെ കടത്തി വിടുവോ, ഇല്ല, മറ്റു കളേഴ്സിനെ കടത്തി വിടുക, അതായത് അബ്സോർബ് ചെയ്യുന്നു ഇല്ലേ, അബ്സോർബ് എന്ന് പറയാം ഇല്ലേ, അബ്സോർബ് അതർ കളേഴ്സ് എന്ന് പറയാം. മറ്റു കളേഴ്സിനോടെ അബ്സോർബ് ചെയ്യുവാണ് ചെയ്യുന്നത്. അതായത് ബ്ലോക്ക് ചെയ്യുന്നു ഞാൻ ഉദ്ദേശിക്കുന്നത് കടത്തി വിടുന്നില്ല, അതായത് മറ്റു കളേഴ്സിനെ അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതാ ആൻസർ നമുക്ക് എങ്ങനെ പറയാം, വാട്ട് ഹാപ്പൻസ് ടു ദ അതർ കളേഴ്സ് ദാറ്റ് ഫോളോ ഓൺ ദ ഫിൽറ്റർ. ഹിയർ ഇൻ ഈച്ച് കേസ് കണ്ടില്ലേ, ഓരോ കേസിലും ദ ഫിൽറ്റേഴ്സ് ട്രാൻസ്മിറ്റ്സ് ഓൺലി ദ കളർ ഓഫ് ദ ഫിൽറ്റർ അല്ലെ. ഫിൽറ്റർ എങ്ങനെയാണ്, ഫിൽറ്ററിന്റെ കളറിനെ മാത്രമേ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ അതിന്റെ കമ്പോണന്റ് കളേഴ്സിലും യെല്ലോ ഉപയോഗിച്ചപ്പോൾ യെല്ലോയുടെ കമ്പോണന്റ് കളേഴ്സിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ബ്ലോക്ക് ദ അതർ കളേഴ്സ്. ഇവിടെ ഓരോ അവസരത്തിലും ഫിൽറ്ററുകൾ ധവളപ്രകാശത്തിൽ നിന്ന് ഫിൽറ്ററിന്റെ നിറമുള്ള വർണ്ണത്തെയും അതിന്റെ ഘടകവർണ്ണങ്ങളെയും മാത്രമാണ് കടത്തിവിട്ടത്. മറ്റു വർണ്ണങ്ങളെ എന്ത് സംഭവിക്കുന്നു, തടയുന്നു. ക്ലിയർ ആയല്ലോ? അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. ദെൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡറി കളേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. മജന്ത ആണ് കേട്ടോ അവിടെ ഉപയോഗിക്കുന്ന ഫിൽറ്റർ. ഏതാണ്? മജന്ത ആണ്. മജന്ത എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഇവിടെ കമ്പൈൻ ചെയ്തിരിക്കുന്നതാണ്, റെഡ് ഇല്ലേ, റെഡ് പ്ലസ് ബ്ലൂ ഉണ്ടോ. മജന്ത എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കുക, റെഡും ബ്ലൂവും കൂടെ ചേർന്ന അല്ലെ, അതാണ് അവിടെ ഉപയോഗിക്കുന്ന ഫിൽറ്റർ. ഇനി ആ ഫിൽറ്ററിലേക്ക് ഓരോ കളേഴ്സുകളും വന്ന് വീഴുവാണ്. റെഡ് വന്ന് വീഴുന്നു, മജന്തയിൽ എന്തുണ്ട്, റെഡ് ഉണ്ട്, അതുകൊണ്ട് റെഡിനെ അവിടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. മനസ്സിലായല്ലോ? ഇനി അടുത്ത് ഗ്രീൻ ആണ്.
ഗ്രീൻ ലൈറ്റ് ഫിൽറ്ററിലേക്ക് വീഴുക. ഗ്രീൻ ഇവിടെ ഉണ്ടോ? മജന്തയിൽ ഗ്രീൻ ഉണ്ടോ? ഇല്ല. അപ്പൊ എന്ത് സംഭവിക്കും? ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല. ഡസ് നോട്ട് ട്രാൻസ്മിറ്റ് എന്ന് പറയാം അല്ലേ? ഡസ് നോട്ട് ട്രാൻസ്മിറ്റ് എന്ന് പറയാം. ക്ലിയർ ആയല്ലോ? ഇനി ബ്ലൂ നോക്കിയേ. ബ്ലൂവിൽ എന്താണ്? മജന്തയിൽ ബ്ലൂ ഉണ്ട്. അപ്പൊ എന്ത് സംഭവിക്കും? ട്രാൻസ്മിറ്റ് എന്ന് പറയാം അല്ലേ? ട്രാൻസ്മിറ്റ് ബ്ലൂ എന്ന് പറയാം അല്ലെ? ട്രാൻസ്മിറ്റ്സ് ബ്ലൂ കളറിനെ അവിടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? ഇനി യെല്ലോ ലൈറ്റ് അവിടെ മജന്തയിലേക്ക് ഫോളോ ചെയ്യുവാണ്. യെല്ലോ ലൈറ്റ് മജന്തയിലേക്ക് ഫോളോ ചെയ്യുമ്പോൾ നമുക്കറിയാം യെല്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? യെല്ലോ എന്ന് വെച്ചാൽ ഏതൊക്കെ ചേർന്നാണ്? റെഡും ഗ്രീനും കൂടെ ചേർന്നാണ് യെല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇല്ലേ? ഈ റെഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് മജന്തയിലുണ്ടല്ലോ. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞേ? യെല്ലോ എന്ന് പറഞ്ഞാൽ റെഡും ഗ്രീനും കൂടെ ചേർന്നാണ്. അതില്ല, റെഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് മജന്തയിലുണ്ട്. അപ്പൊ എന്ത് സംഭവിക്കും? റെഡിനെ അവിടെ ട്രാൻസ്മിറ്റ് ചെയ്യും. ക്ലിയർ ആയ? പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞു? അപ്പം നമ്മൾ മജന്ത എന്ന് പറയുമ്പോൾ ഈ റെഡും ബ്ലൂവും കൂടെ ചേർന്നാണ് അത് ആ ഫിൽറ്ററിൽ കൂടെ നമ്മൾ യെല്ലോ ലൈറ്റ് പാസ് ചെയ്യാണ്. യെല്ലോ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ നമുക്കറിയാം അത് റെഡും ഗ്രീനും കൂടെ ചേർന്നാണ്. യെല്ലോയിൽ റെഡ് ഉണ്ട്. അപ്പൊ റെഡിനെ അവിടെ ട്രാൻസ്മിറ്റ് ചെയ്യും. ക്ലിയർ ആയല്ലോ? ഇനി വൈറ്റ് ലൈറ്റ് ഇല്ല. വൈറ്റ് ലൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ബ്ലൂ ഉണ്ട് അല്ലെ? പ്രധാനമായിട്ടും റെഡ്, ഗ്രീന്, ബ്ലൂ ഈ 3 പ്രൈമറി കളേഴ്സ് ചേർത്ത് കഴിഞ്ഞാൽ വൈറ്റ് ലൈറ്റ് കിട്ടും. അപ്പൊ എന്ത് സംഭവിക്കുന്നുണ്ട്? മജന്തയില് റെഡും ബ്ലൂവും ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം റെഡിനെയും ബ്ലൂവിനെയും അവിടെ എന്താണ്? ട്രാൻസ്മിറ്റ് ചെയ്യും. ട്രാൻസ്മിറ്റ്സ് റെഡ് ആൻഡ് ബ്ലൂ. മനസ്സിലാവുന്നുണ്ടോ? റെഡിനെയും ബ്ലൂവിനെയും അവിടെ എന്താണ്? കടത്തിവിടും. നീലയെയും അതുപോലെ തന്നെ ചുവപ്പിനെയും അവിടെ കടത്തിവിടും. പച്ചയും അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ബ്ലോക്ക് ചെയ്യും. ക്ലിയർ ആയല്ലോ? ഇപ്പൊ യെല്ലോയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ റെഡിനെ കടത്തി വിടുന്നുണ്ട്, ഗ്രീനെ അവിടെ ബ്ലോക്ക് ചെയ്യും. അതായത് ഗ്രീനെ അവിടെ നമുക്ക് എന്ത് പറയാം? ഗ്രീനെ അബ്സോർബ് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഗ്രീനെ അബ്സോർബ് ചെയ്യുന്നു എന്ന് പറയാം. ഇവിടെ ഏതിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്? ഇവിടെ എന്താണ്? ഗ്രീനെ നമുക്ക് അബ്സോർബ് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം. മനസ്സിലാവും? വൈറ്റ് ലൈറ്റ് എടുത്ത് വരുമ്പോൾ എന്താണ്? റെഡും ബ്ലൂവും ഉണ്ട്. റെഡും ബ്ലൂവിനെ അവിടെ കടത്തി വിടുന്നുണ്ട്, ഗ്രീനെ അവിടെ അബ്സോർബ് ചെയ്യുന്നു. മനസ്സിലായോ? ഇതാണ് സംഭവം. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ നമുക്ക് എന്ത് പറയാം? സെക്കൻഡറി കളർ ഇല്ലേ? സെക്കൻഡറി കളർ ആയിട്ടുള്ള ഫിൽറ്റർ ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ എന്താണ്? അതിന്റെ ആ സെക്കൻഡറി കളറിലുള്ള ആ കളറിനെയും അതിന്റെ ഘടകവർണ്ണങ്ങളെയും അവിടെ കടത്തിവിടും. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ അതാണ് കൃത്യമായിട്ട് ഓർത്തിരിക്കുക കേട്ടോ. എ ഫിൽറ്റർ ഓഫ് സെക്കൻഡറി കളേഴ്സ് ട്രാൻസ്മിറ്റ്സ് ലൈറ്റ് ഓഫ് ഇറ്റ്സ് ഓൺ കളർ ഇല്ലേ? മജന്ത ആണെന്നുണ്ടെങ്കിൽ മജന്തനെ കടത്തിവിടും. ആൻഡ് ഇറ്റ്സ് കമ്പോണന്റ് കളേഴ്സ്, അതിലുള്ള കളേഴ്സ് റെഡും ബ്ലൂ കൂടെ ചേർന്നല്ല, ആ കമ്പോണന്റ് കളേഴ്സിനെ അതവിടെ കടത്തിവിടും. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം മജന്ത ഫിൽറ്റർ ഉപയോഗിച്ചു മജന്ത കളറിനെ ട്രാൻസ്മിറ്റ് ചെയ്യും. അതുപോലെ തന്നെ മജന്തയിലുള്ള കളേഴ്സുകൾ അതൊക്കെയാണ് റെഡും ബ്ലൂ ആണ്. അപ്പൊ അതിനെ അതവിടെ കടത്തിവിടും. ദാറ്റ് ഈസ് എ ട്രാൻസ്പെറന്റ് ഒബ്ജക്റ്റ്. മനസ്സിലായാ പറഞ്ഞത്? അപ്പൊ കൃത്യമായിട്ട് ഈ ഒരു ഐഡിയ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം കേട്ടോ. ട്രാൻസ്പെറന്റ് ഒബ്ജക്റ്റ് ഏതൊക്കെ കളേഴ്സിനാണ് കടത്തി വിടുന്നത്, അതായത് ഏത് ഫിൽറ്റർ ആണോ ഉപയോഗിക്കുന്നത് ആ ഫിൽറ്ററിലുള്ള കളേഴ്സിനെ കടത്തിവിടും, മറ്റ് കളേഴ്സിനെ അത് അബ്സോർബ് ചെയ്യും. ഇത് സെക്കൻഡറി കേട്ടോ, അത് ഓർത്തിരിക്കട്ടെ. സെക്കൻഡറി കളറിലുള്ള ഫിൽറ്റർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ എന്താണ്? ആ കളറിനെ ട്രാൻസ്മിറ്റ് ചെയ്യും. അതുപോലെ തന്നെ എന്താണ്? അതിൽ അടങ്ങിയിട്ടുള്ള ഘടകവർണ്ണങ്ങളുണ്ടല്ലോ, ആ ഘടകവർണ്ണങ്ങളെ അവിടെ ട്രാൻസ്മിറ്റ് ചെയ്യും. കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അതാര്യ വസ്തുക്കളുടെ നിറത്തെ കുറിച്ചാണ്. അതാര്യ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒപ്പേക്ക്, അതായത് ലൈറ്റിനെ കടത്തിവിടുവല്ലാത്ത വസ്തുക്കളുണ്ടല്ലോ. മനസ്സിലായല്ലോ? ലൈറ്റിനെ കടത്തിവിടാത്ത വസ്തുക്കളുടെ നിറം അവിടെ എങ്ങനെയാണ് പ്രതിഫലിക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വി സീ ആൻ ഒബ്ജക്റ്റ് ഇൻ ദ കളർ ഓഫ് ദ ലൈറ്റ് ദാറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ഫ്രം ദ ഒബ്ജക്റ്റ് ടു അവർ ഐസ്. നമുക്കറിയാം നമ്മൾ വസ്തുക്കൾ എങ്ങനെയാണ് കാണുന്നത്? ആ വസ്തുവിൽ നിന്നുള്ള ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് പതിക്കും ഇല്ലേ? ഒരു വസ്തുവിനെ നമ്മൾ കാണുവാണ്, അപ്പൊ ആ വസ്തുവിൽ നിന്നുള്ള ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് പതിക്കും. അപ്പോഴാണല്ലോ നമ്മൾ ആ വസ്തുവിനെ കാണുന്നത്. ഇതങ്ങനെയാവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതാ നോക്കിയേ, കുറച്ച് വസ്തുക്കളിലേക്ക് സൺലൈറ്റ് വന്ന് വീഴുവാണ് കേട്ടോ. ഇവിടെ വന്ന് വീഴുന്നത് സൺലൈറ്റ് ആണ് കേട്ടോ. സൺലൈറ്റ് ഇവിടെ വന്ന് വീഴുവാണ്. ഇതാ ഒരു മാങ്ങ ഉണ്ട്, കാറുണ്ട്, ആപ്പിൾ ഉണ്ട്, ഒരു പ്ലേറ്റ് ഉണ്ട്, അതിലേക്ക് സൺലൈറ്റ് വന്ന് വീഴുവാണ്. മനസ്സിലാകുന്നല്ലോ? അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രതിപദിക്കുന്ന അല്ലെങ്കിൽ റിഫ്ലക്ട് ചെയ്യുന്ന കളേഴ്സ് ഏതൊക്കെയാണെന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്കറിയാം സൺലൈറ്റ് ആണ് ഇല്ലേ? സൺലൈറ്റിൽ നമുക്കറിയാം സൺലൈറ്റിന് എല്ലാ കളേഴ്സുകളും ഉണ്ട്. പ്രധാനമായിട്ടുള്ള കളേഴ്സുകൾ ഏതൊക്കെയാണ്? റെഡ്, ഗ്രീന്, ബ്ലൂ ഇല്ലേ? ഈ കളേഴ്സുകൾ എല്ലാം ഉണ്ട്. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ആ സൺലൈറ്റ് മാംഗോയിലേക്ക് വന്ന് വീഴുന്നു. മാംഗോയുടെ കളർ ഏതാണ്? ഗ്രീൻ ആണ്. മനസ്സിലാവുന്നുണ്ടോ? മാംഗോയുടെ കളർ ഗ്രീൻ ആണ്. അപ്പൊ സൺലൈറ്റ് വന്ന് വീഴുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? സൺലൈറ്റിൽ RGB അതായത് ഗ്രീൻ ഉണ്ട്. അപ്പൊ എന്ത് സംഭവിക്കും? ആ ഗ്രീനിനെ അതവിടെ
റിഫ്ലക്ട് ചെയ്യും. മനസ്സിലാകുന്നു? ബാക്കിയുള്ള കളേഴ്സിനെ അബ്സോർബ് ചെയ്യും. അപ്പൊ ഗ്രീൻ മാങ്കയാണെന്നുണ്ടെങ്കിൽ അവിടെ റിഫ്ലക്ട് ചെയ്യുന്ന കളർ ഏതാണ്? ഗ്രീൻ കളർ ആയിരിക്കും റിഫ്ലക്ട് ചെയ്യുന്നത്. ബ്ലൂ കാറ് ഇല്ലേ, സൺലൈറ്റ് ആണ്. സൺലൈറ്റ് ഇത് 3 ഉണ്ട്. അപ്പൊ ബ്ലൂവിനെ അവിടെ റിഫ്ലക്ട് ചെയ്യിക്കും. വൈറ്റ് വെസൽ ഉണ്ട്, ഒരു പാത്രം കണ്ടില്ലേ, വൈറ്റ് വെസലാണ്, വെള്ള കളറാണ്, സൺലൈറ്റ് വന്ന് വീഴുവാണ്. അപ്പൊ എന്ത് സംഭവിക്കും? സൺലൈറ്റിൽ ഈ എല്ലാ കളേഴ്സും ഉണ്ട്, വൈറ്റിലേക്കാണ് വന്ന് വീഴുന്നത്. അപ്പൊ എല്ലാ കളേഴ്സിനും ഇല്ലേ, വൈറ്റ് വെസൽ അവിടെ എല്ലാ കളേഴ്സിനും അവിടെ റിഫ്ലക്ട് ചെയ്യും. ഓൾ കളേഴ്സ് എന്ന് പറയാം ഇല്ല, ഓൾ കളേഴ്സിന് റിഫ്ലക്ട് ചെയ്യുമ്പോൾ നമുക്ക് വൈറ്റ് ആയിട്ട് തന്നെ എല്ലാ കളേഴ്സും കൂടെ കമ്പയർ ചെയ്താൽ എന്താണ്? വൈറ്റ് അല്ലേ കിട്ടുന്നത്. അപ്പൊ എല്ലാ കളേഴ്സിനും റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഇനി റെഡ് ആപ്പിളിലേക്ക് വന്ന് വീഴുന്നുണ്ട്. അപ്പൊ ഏത് കളറിനെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത്? റെഡ് കളറിനെയാണ് അവിടെ റിഫ്ലക്ട് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ തന്നെ നോക്കിയത് ഈ സ്ട്രോബെറിയുടെ ചിത്രം കണ്ട് ഇതിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. സൺലൈറ്റ് വന്ന് വീഴുവാണ്, സൺലൈറ്റിൽ എല്ലാ കളേഴ്സുകളും ഉണ്ട്. അപ്പൊ എന്താണ്? അതിലുള്ള കളേഴ്സ്, അതിലുള്ള ആ ഒബ്ജക്റ്റിന്റെ കളർ ഏതാണോ ആ കളറിനെ എന്താണ് അത് റിഫ്ലക്ട് ചെയ്യും. ബാക്കി കളേഴ്സിനെല്ലാം അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ആ വസ്തുക്കളെ കാണുന്നത്. നമ്മൾ ആ വസ്തുക്കളെ കാണുമ്പോൾ എന്താണ് അതിൽ നിന്നുള്ള കളറാണ് നമ്മുടെ കണ്ണിലേക്ക് റിഫ്ലക്ട് ചെയ്ത് വരുന്നത്. മനസ്സിലായോ? അപ്പൊ ഇതാണ് അതാര്യ വസ്തുക്കൾ അല്ലെങ്കിൽ കളർ ഓഫ് ആൻ ഒപ്പേക്ക് ഒബ്ജക്റ്റ്, അതാര്യ വസ്തുക്കളുടെ നിറം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അതായത് ഒരു അതാര്യ വസ്തു, അതായത് ഒപ്പേക്ക് ഒബ്ജക്റ്റിൽ സൺലൈറ്റ് വന്ന് വീഴുന്നു കേട്ടോ. ഒപ്പേക്ക് ഒബ്ജക്റ്റിൽ സൺലൈറ്റ് വന്ന് വീഴുമ്പോൾ അതിന്റെ നിറമുള്ള വർണ്ണം ഇല്ലേ, അതിന്റെ നിറമുള്ള വർണ്ണം ഉണ്ടല്ലോ, അതുപോലെ തന്നെ അതിന്റെ നിറമുള്ള വർണ്ണം അതിനോട് അടുത്ത് നിൽക്കുന്ന ഇപ്പം റെഡ് സൺലൈറ്റ് വന്ന് വീഴുന്നുണ്ട്, റെഡ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ റെഡിനോട് സാമ്യമുള്ള കളേഴ്സുകളൊക്കെ നമ്മൾ കാണും. അതിനടുത്ത വേവ് ലെന്തുള്ള കളേഴ്സുകളൊക്കെ നമുക്ക് അവിടെ കാണാം, അല്ലെങ്കിൽ പ്രതിപദിപ്പിക്കുന്നു പറയാം, റിഫ്ലക്ട് ചെയ്യുന്നു. മനസ്സിലാവുന്നുണ്ട്? നമുക്കറിയാം ഒരു വസ്തുവിന്റെ കളർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ വേവ് ലെന്ത് അല്ലല്ലോ, വേവ് ലെന്തിന് വ്യത്യാസമുണ്ട് ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ കണ്ണുണ്ടല്ലോ, കണ്ണിലെ എന്താണ് കോൺസും അതുപോലെ തന്നെ എന്താണ് റോഡ്സുകളൊക്കെ ഉണ്ട്, കോശങ്ങളൊക്കെ ഉണ്ട്. കോൺസും റോഡ്സും ഒക്കെ നിങ്ങൾ ബയോളജി പഠിച്ചിട്ടുണ്ടായിരിക്കും. പ്രകാശഗ്രാഹീയ കോശങ്ങൾ എന്ന് പറയും, കണ്ണിലുള്ള ചില കോശങ്ങളൊക്കെ ഉണ്ട്. അതും അതിന്റെയൊക്കെ വ്യത്യാസമുണ്ട്. അപ്പം ആ കോശങ്ങളൊക്കെ ഇപ്പൊ എല്ലാ കളേഴ്സിനും കാണുന്നത് ഒരുപോലെ ആയിരിക്കണം എന്നില്ല, ഒരുപോലെ അല്ല എന്ന് വെച്ചാൽ ചെറിയ വ്യത്യാസം. ഇപ്പൊ റെഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം റെഡിനോട് അനുയോജ്യം അടുത്തിരിക്കുന്ന കളർ ഓറഞ്ച്. അപ്പൊ ആ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള എഫക്റ്റ് ഒക്കെ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്ലിയർ ആയല്ലോ പറഞ്ഞപ്പം? നമുക്കറിയാം ഓരോ കളേഴ്സിനും ഓരോ വേവ് ലെന്താണ്. അപ്പം നമുക്ക് ആ അടുത്ത ഓറഞ്ച് ഉണ്ടല്ലോ, അപ്പം അതിന് അല്ലെങ്കിൽ റെഡ് ഉണ്ടെങ്കിൽ ആ റെഡിന്റെ വേവ് ലെന്തിനോട് ചേർന്ന് നിൽക്കുന്ന കളേഴ്സും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു കളറായിരിക്കും നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പം ഒരു ഒപ്പേക്ക് ഒബ്ജക്റ്റ് എന്താണ്? റിഫ്ലക്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. ഒരു ഒപ്പേക്ക് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ അതാര്യ വസ്തുക്കളിലേക്ക് സൂര്യപ്രകാശം പതിക്കുമ്പോൾ അതിന്റെ നിറമുള്ള വർണ്ണം ഉണ്ടല്ലോ, അതുപോലെ തന്നെ അതിനോട് അടുത്ത വേവ് ലെന്തുള്ള നിറത്തെയും അതെന്ത് ചെയ്യുന്നുണ്ട്? റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. മറ്റു വസ്തുക്കളെ എങ്ങനെയാണ്? ആഗിരണം ചെയ്യുവാണ്, അബ്സോർബ് ചെയ്യുവാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ അതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അത് നോക്കുക. വെൻ സൺലൈറ്റ് ഫോൾസ് ആണ് ഒപ്പേക്ക് ഒബ്ജക്റ്റ്, ഇറ്റ് റിഫ്ലെക്ട്സ് ദ കളർ ഓഫ് ദി ഒബ്ജക്റ്റ് കേട്ടോ. ഇറ്റ് റിഫ്ലെക്ട്സ് ദ കളർ ഓഫ് ദി ഒബ്ജക്റ്റ് ആസ് വെൽ ആസ് ദ കളേഴ്സ് അസോസിയേറ്റഡ് വിത്ത് അഡ്ജസ്റ്റ് വേവ് ലെന്ത്. It should be remembered that color of an object is not a single wavelength. ഇല്ല, ഒറ്റ സിംഗിൾ വേവ് ലെന്ത് ആണോ? അല്ല. There may be a slight difference in color perception depending on the light sensitive cells. റോഡ്സും കോൺസും നമ്മുടെ കണ്ണിലുള്ള പ്രകാശഗ്രാഹി കോശങ്ങളുണ്ടല്ലോ, അപ്പൊ അതിന്റെ ഒക്കെ ഡിഫറൻസ് അനുസരിച്ചിട്ട് നമ്മൾ ചെറിയ ചെറിയ വ്യത്യാസം ഉള്ള രീതിയിലൊക്കെ കാണും. ദെൻ ബാക്കി കളേഴ്സിന് എന്ത് സംഭവിക്കും? ബാക്കി കളേഴ്സിനെ അവിടെ അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു അതാര്യ വസ്തുവിൽ സൂര്യപ്രകാശം പതിക്കുമ്പോൾ അതിന്റെ നിറമുള്ള വർണ്ണത്തെയും അതിനോട് അടുത്ത തരംഗദൈർഘ്യമുള്ള വർണ്ണങ്ങളെയും പ്രതിപദിക്കുന്നു. മനസ്സിലായല്ലോ? ഒരു വസ്തുവിന്റെ വർണ്ണം ഒരൊറ്റ തരംഗദൈർഘ്യത്തിൽ മാത്രമുള്ളതല്ല, അതുപോലെ വ്യക്തികളുടെ കണ്ണിലെ പ്രകാശഗ്രാഹി കോശം, അതായത് റോഡ്സ് ആൻഡ് കോൺസ് അനുസരിച്ചും വർണ്ണത്തിൽ നേരിയ മാറ്റം അനുഭവപ്പെട്ടേക്കാം. ചെറിയൊരു മാറ്റം നമുക്ക് തോന്നാം, ചെറിയൊരു വേരിയേഷൻ. ഇപ്പൊ റെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ നല്ല റെഡായിട്ട് തോന്നും, ചിലപ്പോൾ ചെറിയ വേരിയേഷൻ, നമ്മുടെ കണ്ണിന്റെ ഒക്കെ ചെറിയ വ്യത്യാസം അനുസരിച്ച്. എങ്കിലും റെഡ് തന്നെ ആയിരിക്കും അവിടെ റിഫ്ലക്ട് ചെയ്ത് കാണുന്നത്. മറ്റെല്ലാ വർണ്ണങ്ങളെയും ആ വസ്തു എങ്ങനെയാണ്? ആഗിരണം ചെയ്യുവാണ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേബിൾ ഉണ്ട് ടെക്സ്റ്റ് ബുക്കിൽ, അപ്പൊ അതും കൂടെ നമുക്കൊന്ന് നോക്കാം. നോക്കിയേ, ഓരോരോ ഒബ്ജക്ട്സുകൾ. ഒരു റെഡ് ഫ്ലവർ ആണ് കേട്ടോ, അതേ നോക്കുക കേട്ടോ. റെഡ് ഫ്ലവറിലേക്ക് നമ്മൾ റെഡ് ലൈറ്റ് കേട്ടോ നോക്കുക, റെഡ് ലൈറ്റ് വന്ന് വീണു. അപ്പൊ എന്ത് സംഭവിക്കുന്നുണ്ട്? അതേ നോക്കിയേ, റെഡ് കളറിൽ തന്നെ ഇല്ലേ, റെഡ് കളറിനെ റെഡ് ഫ്ലവർ ആണ്, റെഡ് ലൈറ്റ് വന്ന് വീഴുമ്പോൾ അത് റിഫ്ലക്ട് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഇനി റെഡ് ഫ്ലവറിലേക്ക് ഒരു ഗ്രീൻ ലൈറ്റ് റിഫ്ലക്ട് ചെയ്യോ? ഇല്ല. എന്ത് സംഭവിക്കും? ഗ്രീൻ അവിടെ അബ്സോർബ് ചെയ്യും
മനസ്സിലായോ? ഗ്രീനിൽ അബ്സോർബ് ചെയ്ത ഒരു ഡാർക്ക് ഒരു ഇരുണ്ട നിറമായിരിക്കും അവിടെ കാണാൻ സാധിക്കുന്നത്. ക്ലിയർ ആയോ? ഇനി റെഡ് ഫ്ലവറിലേക്ക് യെല്ലോ. യെല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? യെല്ലോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റെഡും ഗ്രീനും കൂടെ ചേർന്നതാണ്, ഇല്ലേ? റെഡും ഗ്രീനും കൂടെ ചേർന്നതാണ് യെല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നത്, ഇല്ലേ? അപ്പൊ യെല്ലോയിൽ എന്തുണ്ട്? റെഡ് ഉണ്ട്. അപ്പൊ നമുക്ക് അവിടെ എങ്ങനെയായിരിക്കും ഒബ്ജക്റ്റ് കാണപ്പെടുന്നത്? ആ റെഡ് ആയിട്ട് തന്നെയായിരിക്കും അവിടെ കാണപ്പെടുന്നത്. ഇനി അടുത്ത് നോക്കിയേ, ഒരു ഗ്രീൻ ലീഫ്, ഒരു പച്ചയില. പച്ചയിലേക്ക് റെഡ് ലൈറ്റ് വന്ന് വീഴുവാണ്. അപ്പൊ എന്ത് സംഭവിക്കും? അതെങ്ങനെയായിരിക്കും കാണപ്പെടുന്നത്? ആ ഡാർക്ക് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്, ഇല്ലേ? ദെൻ പച്ചയിലയിലേക്ക് ഗ്രീൻ ലൈറ്റ് വന്ന് വീണു. അതെങ്ങനെയായിട്ടായിരിക്കും കാണപ്പെടുന്നത്? ആ ഗ്രീൻ, ഇല്ല, ഗ്രീൻ ആയിട്ട് തന്നെ കാണപ്പെടും. ഇനി പച്ചയിലയിലേക്ക് യെല്ലോ. യെല്ലോ എന്ന് പറയുമ്പോൾ റെഡും ഗ്രീനും കൂടെ ചേർന്നതാണ്, ഇല്ലേ? അപ്പൊ എന്താണ്? ആ ഗ്രീൻ, ഇല്ലേ? ഗ്രീൻ ഇത് തന്നെ കാണപ്പെടും. മനസ്സിലായോ? ഇനി യെല്ലോ ഫ്ലവർ. യെല്ലോ എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കുക റെഡ് പ്ലസ് ഗ്രീന് ചേർന്നതാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ എന്ന് നോക്കിയേ, ഏത് ലൈറ്റ് വന്ന് വീഴാനായിരിക്കാം റെഡ് ഇതിൽ കാണുന്നത്? റെഡ് ലൈറ്റ്, ഇല്ലേ? റെഡ് ലൈറ്റ് വന്ന് വീഴുവാണെന്നുണ്ടെങ്കിൽ, യെല്ലോ ഫ്ലവറിലേക്ക് റെഡ് ലൈറ്റ് വന്ന് വീഴുവാണെന്നുണ്ടെങ്കിൽ അത് റെഡ് ആയിട്ട് തന്നെ കാണും. ഇനി യെല്ലോ ഫ്ലവറിലേക്ക്, ഇല്ലേ? യെല്ലോ ഫ്ലവറിലേക്ക് ഏത് ലൈറ്റ് വന്ന് വീണാലായിരിക്കും അത് ഗ്രീൻ ആയിട്ട് കാണുന്നത്? ഗ്രീൻ ലൈറ്റ്, ഇല്ലേ? ഗ്രീൻ ലൈറ്റ് വന്ന് വീണ് കഴിഞ്ഞാൽ ഗ്രീൻ ആയിട്ട് തന്നെ കാണും. മനസ്സിലാവുന്നല്ലോ പറഞ്ഞത്? ഇനി യെല്ലോ ഫ്ലവറിലേക്ക് ഏത് ലൈറ്റ് വന്ന് വീണാലായിരിക്കാം യെല്ലോ തന്നെയായിട്ട് കാണപ്പെടുന്നത്? യെല്ലോ ലൈറ്റ്, ഇല്ലേ? യെല്ലോ ലൈറ്റ് വന്ന് വീണ് കഴിഞ്ഞാൽ അത് യെല്ലോ ആയിട്ട് തന്നെ കാണപ്പെടും. മനസ്സിലായോ? ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലോണം ക്ലിയർ ആക്കി മനസ്സിലാക്കി തരാം. ദാഹത്തെ കേസ് നോക്കുകയാണെങ്കിൽ റെഡ് ഫ്ലവർ, റെഡ് കേട്ടോ, ഞാൻ ഇങ്ങനെ റെഡ് ഫ്ലവർ എടുത്തു. റെഡിലേക്ക് റെഡ് തന്നെ വീഴുക. റെഡിലേക്ക് റെഡ് വന്ന് വീണ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? റെഡ് തന്നെ ഇവിടെ കിട്ടുന്നത് റെഡ് തന്നെയായിരിക്കും. മനസ്സിലാവുന്നുള്ളോ? ഇനി ഈ റെഡിലേക്ക് ഗ്രീൻ ഞാൻ ഇവിടെ കൊടുക്കുവാണ്. ഈ റെഡിലേക്ക് ഞാൻ ഗ്രീൻ കൊടുക്കുവാണ്. ഞാൻ നോക്കിയാൽ റെഡിലേക്ക് ഞാൻ ഗ്രീൻ കൊടുക്കുവാണ്. ഗ്രീൻ കൊടുത്തപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? അത് ഡാർക്കായി. മനസ്സിലായോ? റെഡിലേക്ക് ഗ്രീൻ കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ ഡാർക്ക് കളർ വന്നു. മനസ്സിലായല്ലേ? ഡാർക്ക് കളർ കണ്ടില്ലേ? ഡാർക്ക് കളർ വന്നു. ഇനി ഈ റെഡിലേക്ക് ഞാൻ യെല്ലോ കൊടുക്കുവാണ്. നോക്കാം, ഈ റെഡിലേക്ക് ഞാൻ യെല്ലോ കൊടുത്തു. കണ്ടില്ലേ? യെല്ലോ കൊടുത്തു. യെല്ലോ കൊടുത്തപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? റെഡ് തന്നെയല്ലേ? വ്യത്യാസം എല്ലാം വന്നിട്ടുണ്ടോ? ഇല്ല. റെഡിലേക്ക് യെല്ലോ കൊടുത്തപ്പോൾ അവിടെ റെഡ് തന്നെയാണ് വന്നത്. ക്ലിയർ ആയല്ലോ? ഇത് അടുത്ത് നോക്കിയേ, ഗ്രീൻ ലീഫ് കേട്ടോ, ഞാൻ കാണിക്കാം കേട്ടോ. ഗ്രീൻ ലീഫ്, ഗ്രീൻ ലീഫാണ് കേട്ടോ. ഇവിടെ ഗ്രീൻ ലീഫാണ് എല്ലാത്തിലും. ഗ്രീൻ കേട്ടോ, ഇവിടെ നോക്ക്, ഗ്രീൻ ലീഫാണ്. ഈ ഗ്രീൻ ലീഫിലേക്ക് ഞാൻ ഗ്രീൻ കൊടുക്കുന്നു. ഗ്രീൻ കൊടുത്തു കഴിയുമ്പോൾ എന്താണ് വല്ല വ്യത്യാസം ഉണ്ടോ? ഗ്രീൻ ലീഫിലേക്ക് ഗ്രീൻ കൊടുത്തു കഴിയുമ്പോൾ ഗ്രീൻ തന്നെയാണ്. ഗ്രീൻ ലീഫിലേക്ക് ഞാൻ ഇനി റെഡ് കൊടുക്കുവാണ്. ഗ്രീൻ ലീഫിലേക്ക് ഞാൻ റെഡ് കൊടുത്തു. ഗ്രീൻ ലീഫിലേക്ക് റെഡ് കൊടുത്തപ്പോൾ എന്താണ്? ഡാർക്ക് ആയില്ലേ? ഉണ്ടോ? ഗ്രീൻ ലീഫിലേക്ക് റെഡ് കൊടുത്തപ്പോൾ എന്താണ്? അവിടെ ഡാർക്ക് ആവുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഗ്രീൻ ലീഫിലേക്ക് ഞാൻ യെല്ലോ കൊടുത്തു നോക്കാം. ഗ്രീൻ ലീഫിലേക്ക് ഞാൻ എന്ത് കൊടുത്തു? യെല്ലോ കൊടുത്തു. യെല്ലോ കൊടുത്തപ്പോൾ എന്താണ് സംഭവിച്ചത്? ഗ്രീൻ തന്നെ, അല്ലേ? ഗ്രീൻ ലീഫിലേക്ക് യെല്ലോ കൊടുത്തപ്പോൾ എന്താണ്? എന്തെങ്കിലും വ്യത്യാസം സംഭവിക്കുന്നുണ്ടോ? ഗ്രീൻ തന്നെ അല്ലേ? അതിന് കാരണം എന്താണ്? അവിടെ യെല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നത് റെഡും ഗ്രീനും കൂടെ ചേർന്നതാണ്, ഇല്ലേ? അപ്പം ഗ്രീൻ തന്നെ ആയിരിക്കും അവിടെ വരുന്നത്. മനസ്സിലായല്ലോ? ഇനി അതുപോലെ യെല്ലോ ഫ്ലവർ, അതും കൂടെ കാണിച്ചു തരാം കേട്ടോ. യെല്ലോ ഫ്ലവർ കേട്ടോ, യെല്ലോ ഫ്ലവർ എടുത്തു. ഞാനിവിടെ കൊടുക്കണം കേട്ടോ. യെല്ലോ ഫ്ലവർ, യെല്ലോ ഫ്ലവറിലേക്ക് ഞാൻ ഇനി റെഡ് കൊടുക്കാം. നോക്കിയാൽ യെല്ലോ ഫ്ലവറിലേക്ക് റെഡ് കൊടുത്തു. എന്താണ് സംഭവിച്ചത്? യെല്ലോ ഫ്ലവറിലേക്ക് റെഡ് കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്താണ്? റെഡ് തന്നെ. മനസ്സിലായല്ലോ? ഇനി യെല്ലോ ഫ്ലവറിലേക്ക് നമുക്ക് ഗ്രീൻ കൊടുത്തു നോക്കാം. നോക്കിയേ, യെല്ലോ ഫ്ലവറിലേക്ക് ഗ്രീൻ കൊടുത്തു. ഗ്രീൻ കൊടുത്തപ്പോൾ സംഭവിച്ചത്? നമുക്ക് യെല്ലോ ഫ്ലവറിലേക്ക് ഗ്രീൻ കൊടുത്തപ്പോൾ ഗ്രീൻ തന്നെ. മനസ്സിലായല്ലോ? കാരണം യെല്ലോ എന്ന് വെച്ചാൽ റെഡും ഗ്രീനും കൂടെ ചേർന്നാണല്ലോ. ഇനി യെല്ലോ ഫ്ലവറിലേക്ക് യെല്ലോ കൊടുക്കുവാണ്. യെല്ലോ ഫ്ലവറിലേക്ക് യെല്ലോ കൊടുത്തു കഴിയുമ്പോൾ എന്താണ്? വ്യത്യാസം വല്ലതും ഉണ്ടാകുന്നുണ്ടോ? യെല്ലോ തന്നെയാണ് അവിടെ കിട്ടുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഈ കമ്പൈൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കൃത്യമായല്ലോ ഏതൊക്കെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് അത് ഏതൊക്കെ രൂപത്തിലാണ് വരുന്നതെന്നുള്ളത്. അപ്പം ഈ ഒരു ഐഡിയ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നമുക്ക് അത് നോക്കാമേ. വാട്ട് കളേഴ്സ് ഡു എ ഗ്രീൻ ലീഫ് റിഫ്ലക്ട് ആൻഡ് വാട്ട് അബൌട്ട് എ റെഡ് ഫ്ലവർ? പച്ചയില ഏതൊക്കെ വർണ്ണങ്ങളെയാണ് പ്രതിഫലിപ്പിക്കുന്നത്? ചുവന്നയില. ഗ്രീൻ ലീഫ് ഏതാണ്? ഗ്രീൻ ലീഫ് ഗ്രീൻ, ഇല്ലേ? ഗ്രീനെ തന്നെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. അതുപോലെ റെഡ് ആണെങ്കിൽ റെഡ്, ഇല്ലേ? റെഡ് കളറിനെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത്. ഇനി നോക്കിയേ, ക്യാൻ എ യെല്ലോ ഫ്ലവർ റിഫ്ലക്ട് ഓൺലി ദ യെല്ലോ കളർ? യെല്ലോ ഫ്ലവർ കേട്ടോ, യെല്ലോ ഫ്ലവർ യെല്ലോയിനെ മാത്രമേ ഉള്ളോ റിഫ്ലക്ട് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ആണോ? യെല്ലോയിൽ നമുക്കറിയാം റെഡും ഉണ്ട് ഗ്രീനും ഉണ്ട്, ഇല്ല? യെല്ലോ ഫ്ലവർ യെല്ലോയിനെ മാത്രമല്ല റിഫ്ലക്ട് ചെയ്യുന്നത്. ഏതിനെയൊക്കെ റിഫ്ലക്ട് ചെയ്യും? റെഡിനെയും അതുപോലെ തന്നെ ഗ്രീനിനെയും കൂടെ അത് റിഫ്ലക്ട് ചെയ്യും. മനസ്സിലായല്ലോ? ഇനി ഇപ്പൊ നമ്മൾ കണ്ടു യെല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു സെക്കൻഡറി കളറാണ്, ഇല്ലേ? റെഡും ഗ്രീനും കൂടെ ചേർന്നാണ് ഈ യെല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം
അതായത് ഇങ്ങനെയുള്ള ഒരു സെക്കൻഡറി കളർ, ആ സെക്കൻഡറി കളർ ആ കളറിനെ റിഫ്ലക്ട് ചെയ്യും. ഇല്ലേ, യെല്ലോനെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്, യെല്ലോനെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ഘടകവർണ്ണങ്ങളെയും ഇല്ലേ, അതിന്റെ കമ്പോണന്റ് കളേഴ്സിനെയും അവിടെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലായത്? അതായത് ഒരു സെക്കൻഡറി കളറിലേക്ക് ഒരു ലൈറ്റ് വന്ന് വീഴുവാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ആ കളറിനെയും ഇല്ലേ, യെല്ലോ കളർ വന്ന് വീഴുവാണെന്നുണ്ടെങ്കിൽ യെല്ലോയിനെയും അവിടെ റിഫ്ലക്ട് ചെയ്യും. അതുപോലെ തന്നെ ഏതാണോ സെക്കൻഡറി കളർ അതിലുള്ള അതിന്റെ കമ്പോണന്റ് കളേഴ്സ് ഉണ്ടല്ലോ, എന്താണ് ഘടകവർണ്ണങ്ങളുണ്ടല്ലോ, അതിനെ അതവിടെ റിഫ്ലക്ട് ചെയ്യിക്കും കേട്ടോ. അത് പ്രത്യേകം ഓർത്തോണം കേട്ടോ. ആൻ ഒപ്പേക്ക് ഒബ്ജക്റ്റ് ഓഫ് എ സെക്കൻഡറി കളർ ക്യാൻ റിഫ്ലക്ട് ലൈറ്റ് ഓഫ് ഇറ്റ്സ് കളർ ആൻഡ് ഇറ്റ്സ് കമ്പോണന്റ് കളേഴ്സ്. ദ്വിതീയ വർണ്ണത്തിലുള്ള അധാര്യ വസ്തുവിന് അതിന്റെ വർണ്ണത്തെയും പിന്നെന്താണ് ഘടകവർണ്ണങ്ങളെയും പ്രതിഫലിപ്പിക്കാൻ കഴിയും. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ, നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ഇരിക്കുക. ക്ലിയർ ആയല്ലോ? ഇനി എല്ലാ വർണ്ണങ്ങളെയും ഒരു സർഫസ് റിഫ്ലക്ട് ചെയ്യുകയെന്ന് വിചാരിച്ചു. ഏതൊരു സർഫസ്, ഇങ്ങനെ ഒരു സർഫസ് ആണ്. ഈ സർഫസ് എല്ലാ വർണ്ണങ്ങളെയും റിഫ്ലക്ട് ചെയ്യും. അപ്പൊ എല്ലാ വർണ്ണങ്ങളും സൺലൈറ്റ് വന്ന് വീഴുക. അപ്പൊ സൺലൈറ്റ് വന്ന് വീഴുമ്പോൾ എല്ലാ കളറും ഈ എല്ലാ കളേഴ്സിനെ റിഫ്ലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സർഫസ് ഏത് നിറത്തിലായിരിക്കും കാണപ്പെടുന്നത്? എല്ലാ കളേഴ്സിനും റിഫ്ലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ വിബ്ജിയോർ, നമുക്കറിയാം വിബ്ജിയോറിലുള്ള എല്ലാ കളേഴ്സും ഉണ്ട്. അപ്പൊ ഈ എല്ലാ കളേഴ്സിലേക്ക് വന്ന് വീണുന്നുണ്ട്. ഈ എല്ലാ കളേഴ്സിനും റിഫ്ലക്ട് ചെയ്ത് കഴിയുമ്പോൾ അത് ഏത് കളറിലായിരിക്കും കാണപ്പെടുന്നത്? എങ്ങനെയായിരിക്കും? വൈറ്റിലായിരിക്കും കാണപ്പെടുന്നത്. മനസ്സിലായത്? അപ്പം എല്ലാ വർണ്ണങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന അല്ലെങ്കിൽ റിഫ്ലക്ട് ചെയ്യുന്ന പ്രതലം ഏത് കളറിലാണ് കാണപ്പെടുന്നത്? വൈറ്റ് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. മനസ്സിലായല്ലോ? ഇനി എല്ലാ കളറിനെയും അബ്സോർബ് ചെയ്യുക. അപ്പൊ വിബ്ജിയോർ ഉണ്ടല്ലോ, അപ്പൊ ഈ വിബ്ജിയോറിൽ ഈ എല്ലാ കളറിനെയും അബ്സോർബ് ചെയ്യാന്ന് ചോദിച്ചു, ആഗിരണം ചെയ്യാന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് ഏത് രൂപത്തിലായിരിക്കും കാണപ്പെടുന്നത്? അബ്സോർബ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് ഡാർക്ക് ആയിട്ട് കാണപ്പെടും. മനസ്സിലാകുന്നത്? അപ്പൊ റിഫ്ലക്ട് ചെയ്യുവാണെങ്കിൽ എല്ലാ കളേഴ്സിനെയും റിഫ്ലക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് ആ സർഫസ് വൈറ്റ് സർഫസ് ആയിരിക്കും. അതുപോലെ എല്ലാ കളേഴ്സിനെയും അത് അബ്സോർബ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, ആഗിരണം ചെയ്യുവാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും? ഡാർക്ക് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. മനസ്സിലായോ? ഇപ്പൊ പറഞ്ഞ ഈ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇൻ വിച്ച് കളർ വിൽ എ സർഫസ് അപ്പിയർ ഇഫ് ഇറ്റ് റിഫ്ലക്ട്സ് ഓൾ കളേഴ്സ് ഓഫ് ലൈറ്റ് ഫോളിംഗ് യൂണിറ്റ്? എല്ലാ കളറും ഒന്ന് വീഴുവാണ്, അത് മുഴുവൻ റിഫ്ലക്ട് ചെയ്യുവാണെങ്കിൽ എങ്ങനെയായിരിക്കും കാണപ്പെടുന്നത്? വൈറ്റ് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. ആൻഡ് വാട്ട് അബൌട്ട് എ സർഫസ് ദാറ്റ് അബ്സോർബ് ഓൾ കളേഴ്സ്? എല്ലാ കളേഴ്സിനും അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും? ഡാർക്ക് ആയിട്ടായിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ ഓർക്കോ കേട്ടോ, എ സർഫസ് ദാറ്റ് റിഫ്ലക്ട്സ് ഓൾ കളേഴ്സ് കേട്ടോ വിൽ അപ്പിയേഴ്സ് വൈറ്റ് കേട്ടോ. അതുപോലെ തന്നെ എ സർഫസ് ദാറ്റ് അബ്സോർബ് ഓൾ കളേഴ്സ് അപ്പിയേഴ്സ് ഡാർക്ക്. എല്ലാ വർണ്ണങ്ങളെയും കേട്ടോ പ്രതിഫലിപ്പിക്കുന്ന പ്രതലം എങ്ങനെയായിരിക്കും? വെളുപ്പായിട്ട് കാണപ്പെടും, ഇല്ല, വൈറ്റ് ആയിട്ട് കാണപ്പെടും. എല്ലാ വർണ്ണങ്ങളെയും ആഗിരണം ചെയ്യുന്ന പ്രതലം എങ്ങനെയാണ്? ഇരുണ്ട നിറത്തിലായിരിക്കും കാണപ്പെടുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യമേ നമ്മൾ കണ്ടില്ലായിരുന്നു, ഒരു പിക്ചർ കണ്ടില്ലായിരുന്നു, ഓർക്കുന്നുണ്ടോ? ഈ പിക്ചറിൽ അല്ലെ, ഗാർഡൻ ബ്യൂട്ടിഫുൾ ആണ് ഇല്ലേ, ഫ്ലവേഴ്സ് സെയിം ലൈനിലാണ് വന്ന് വീഴുന്നത്, പക്ഷെ ഡിഫറെന്റ് കളേഴ്സിൽ കാണപ്പെടുന്നുണ്ട്. അതിന്റെ റീസൺ എന്താണെന്ന് ഇപ്പൊ മനസ്സിലായോ? ഉണ്ടല്ലേ? ഹാവ് യു എവർ തോട്ട് അബൌട്ട് ദ റീസൺ വൈ ഫ്ലവേഴ്സ് അപ്പിയേഴ്സ് ഇൻ ഡിഫറെന്റ് കളേഴ്സ് ദോ ദേ ആർ ഇലുമിനേറ്റഡ് ബൈ ദ സെയിം ലൈറ്റ്? പൂക്കളിലെല്ലാം ഒരേ പ്രകാശമാണ് പതിക്കുന്നതെങ്കിലും അവ വ്യത്യസ്ത നിറത്തിൽ കാണപ്പെടുന്നത്. ഇല്ല, അതിന് കാരണം എന്താണെന്ന് ഇപ്പൊ മനസ്സിലായോ? നമുക്കറിയാം സൺലൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു സമന്വിത പ്രകാശമാണല്ലോ, അതായത് എല്ലാ കളേഴ്സും കൂടെ ചേർന്നതാണ്. അതിൽ സൺലൈറ്റിൽ എന്തുണ്ട്? എല്ലാ കളേഴ്സും ഉണ്ട്. നമ്മൾ പഠിച്ചു വിബ്ജിയോർ അല്ലേ, വിബ്ജിയോർ എല്ലാ കളേഴ്സും ഉണ്ട്. അതിൽ പ്രധാനമായിട്ട് എന്താണ്? ബ്ലൂ, ഗ്രീന്, റെഡ്, ഇത് മൂന്നും കൂടെ കമ്പൈൻ ചെയ്താൽ നമുക്ക് വൈറ്റ് കിട്ടും എന്ന് പറയാം. അപ്പൊ സൺലൈറ്റിൽ ഈ എല്ലാ കളേഴ്സും ഉണ്ട്. അപ്പൊ ഈ സൺലൈറ്റ് എന്ത് സംഭവിക്കും? ഈ സൺലൈറ്റ് വസ്തുക്കളിലേക്ക് വന്ന് വീഴുക. വസ്തുക്കളിലേക്ക് വന്ന് വീഴുമ്പോൾ എന്ത് സംഭവിക്കും? ആ വസ്തു ഇല്ല, ഓരോ വസ്തുവിനും ഓരോ നിറങ്ങളുണ്ടല്ലോ. അപ്പൊ എന്ത് സംഭവിക്കും? ആ നിറത്തിനനുസരിച്ചിട്ട് വ്യത്യസ്ത കളറായിരിക്കും അവിടെ പ്രതിഫലിപ്പിച്ച് കാണുന്നത്. ഇപ്പൊ സൺലൈറ്റ് വന്ന് വീഴുക, റെഡ് ഫ്ലവറിലേക്ക് വന്ന് വീഴുമ്പോൾ എന്ത് സംഭവിക്കും? റെഡിനെ റിഫ്ലക്ട് ചെയ്യും. ബ്ലൂ ഫ്ലവറിലേക്ക് വന്ന് വീഴുമ്പോൾ എന്താണ്? ബ്ലൂവിനെ റിഫ്ലക്ട് ചെയ്യും. ബാക്കി കളേഴ്സിനെല്ലാം അബ്സോർബ് ചെയ്യും. മനസ്സിലായില്ല? അപ്പൊ ഒപ്പേക്ക് ഒബ്ജക്റ്റിലേക്ക് വന്ന് വീഴുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ഏതാണോ ആ കളറിനെ അവിടെ റിഫ്ലക്ട് ചെയ്യും, ബാക്കി കളേഴ്സിനെല്ലാം അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഡിഫറെന്റ് കളേഴ്സ്, സൺലൈറ്റ് ആണ് വന്ന് വീഴുന്നത്, പക്ഷെ നമുക്ക് ഡിഫറെന്റ് കളേഴ്സിൽ കാണാനുള്ള റീസൺ. മനസ്സിലായോ? നോക്കാം കേട്ടോ. ഹാവ് യു എവർ തോട്ട് അബൌട്ട് ദ റീസൺ വൈ ഫ്ലവേഴ്സ് അപ്പിയേഴ്സ് ഇൻ ഡിഫറെന്റ് കളേഴ്സ് ദോ ദേ ആർ ഇലുമിനേറ്റഡ് ബൈ ദ സെയിം ലൈറ്റ്? എന്താണ് റീസൺ? സൺലൈറ്റ് ഈസ് എ കോമ്പോസിറ്റ് ലൈറ്റ്. Light contains different colors
When sunlight falls on object, each object reflects different colors according to its color. അല്ലേ? ആ കളറിന്റെ ഏത് കളറാണോ ആ കളറിനനുസരിച്ചിട്ടായിരിക്കും റിഫ്ലക്ട് ചെയ്യുന്നത്. അക്കോർഡിംഗ്ലി ഒബ്ജക്ട്സ് ആർ സീൻ ഇൻ ഡിഫറെന്റ് കളേഴ്സ്. സൂര്യപ്രകാശം ഒരു സമന്വിത പ്രകാശമാണ്. ഇതിൽ വ്യത്യസ്ത വർണ്ണങ്ങൾ അടങ്ങിയിരിക്കുന്നു. സൂര്യപ്രകാശം വസ്തുക്കളിൽ പതിക്കുമ്പോൾ ഓരോ വസ്തുവും അതിന്റെ നിറത്തിനനുസരിച്ചിട്ട് വ്യത്യസ്ത വർണ്ണങ്ങളെയാണ് പ്രതിപദിക്കുന്നത്. അതനുസരിച്ച് വസ്തുക്കളെ വ്യത്യസ്ത വർണ്ണങ്ങളിലാണ് കാണുന്നത്. മനസ്സിലായ കാര്യങ്ങള്? ഇച്ചിരി ഒരു കൺഫ്യൂസിങ് ഉണ്ടാകുന്ന ഒരു ഫാക്ടേഴ്സുകളൊക്കെ ചെറുതായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. സുതാര്യ വസ്തുക്കളുണ്ട്, അതാര്യ വസ്തുക്കളുണ്ട്. ട്രാൻസ്പെറന്റ് ഒബ്ജക്റ്റിന്റെ കേസിൽ എങ്ങനെയാണ് ഏതാണോ അവിടെ ഫിൽറ്റർ കൊടുത്തിരിക്കുന്നത് അതിനെ അവിടെ ട്രാൻസ്മിറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത് അല്ലെ. ഒപ്പേക്ക് ഒബ്ജക്റ്റിന്റെ കേസിൽ വരുമ്പോൾ എന്താണ്, ഏത് കളറാണുള്ളത് അത് റിഫ്ലക്റ്റ് ചെയ്യുവാണ് ചെയ്യുന്നത് അല്ലെ. റിഫ്ലക്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് കാണപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ എക്സാമിന് ചോദിക്കാം അങ്ങോട്ടെ. ഇപ്പം ഇങ്ങനെ ഓരോന്ന് തന്നിട്ട് ഏത് കളറായിരിക്കും അവിടെ കാണപ്പെടുന്നത്, ഇന്ന ലൈറ്റിൽ ഇന്ന ലൈറ്റ് വന്ന് വീഴുമ്പോൾ അവിടെ കാണപ്പെടുന്ന കളർ ഏതൊക്കെ ആയിരിക്കും എന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ കൃത്യമായിട്ട് കാര്യം മനസ്സിലാക്കിയിരിക്കുക. പ്രധാനമായിട്ടും കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണ്, ഏതൊക്കെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഏതൊക്കെ കിട്ടുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. അപ്പം ഓക്കെ ആയെന്ന് വിശ്വസിക്കുന്നു. കളർ ഓഫ് ആൻ ഒപ്പേക്ക് ഒബ്ജക്റ്റും കളർ ഓഫ് ആൻ ട്രാൻസ്പെറന്റ് ഒബ്ജക്റ്റും കേട്ടോ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ശ്രദ്ധിച്ച് വീഡിയോ കാണുക കേട്ടോ. കണ്ടിട്ട് കാണുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് പോയിന്റുകൾ നോട്ട് ചെയ്ത് വെക്കുക. മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിച്ചിരുന്നതിനെ കാണാം. എന്നെങ്കിലുള്ള ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകത്തുള്ളൂ. പിന്നെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്ത് അവിടെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാമില്ലാത്ത ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. അപ്പൊ ഞാൻ ഇച്ചിരി ലേറ്റ് ആയാലും ഞാൻ ആൻസർ തരും. അറിയാവുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ആൻസർ കിട്ടുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾ ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാം. എല്ലാവരും നല്ലോണം പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കി പാട്ടുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പൊ എല്ലാവരും നല്ലോണം പഠിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.